ഒരു ക്രിമിനൽ കേസ് ഉണ്ടെന്ന് കരുതി പഞ്ചായത്ത് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ലേ? കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 പ്രകാരം പഞ്ചായത്ത് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇന്ത്യൻ പൗരനായിരിക്കുക. രണ്ടാമത്തേത് നോമിനേഷൻ സമർപ്പിക്കുന്ന തീയതിയുടെ അന്ന് 21 വയസ്സ് പൂർത്തിയായിരിക്കുക. മെന്റലി അൺസൗണ്ട് ആയിരിക്കുകയോ ഇൻസോൾവെന്റ് ആയി ഡിക്ലെയർ ചെയ്യപ്പെട്ട ഒരാൾക്കോ പഞ്ചായത്ത് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആക്ടിലെ സെക്ഷൻ 34 പ്രകാരം കറപ്ഷൻ അല്ലെങ്കിൽ 2 വർഷത്തിലധികം പണിഷ്മെന്റ് ഉള്ള ഹീനിയസ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസുകൾ കൺവിക്ട് ചെയ്യപ്പെട്ട, അതായത് ശിക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ക്രിമിനൽ കേസുകൾ പെൻഡിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്, അതായത് കൺവിക്ട് ചെയ്യപ്പെടാത്ത, ശിക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. കേസ് പെൻഡിംഗ് ആണെന്നത് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള മാനദണ്ഡമല്ല. സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ പെൻഷൻ വാങ്ങിക്കുന്നവർക്കും സഹകരണ ബാങ്കിലെ ബോർഡ് മെമ്പേഴ്സിനും ഡയറക്ടേഴ്സിനും പഞ്ചായത്ത് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ കേവലം ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നോ അല്ലെങ്കിൽ കേസ് പെൻഡിംഗ് ആണെന്നോ ഉള്ള കാരണത്താൽ പഞ്ചായത്ത് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊന്നും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ സാധിക്കില്ല.